പോകാണ് ഞങ്ങള് കോടികുത്തി മലയിലേക്ക് പോകാണ് ഞങ്ങള് കോടികുത്തി മലയില് പോകാണ്. ഏവർക്കും പാതയോരത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഏതായാലും ഹലോ, നമ്മൾ പോകുന്ന കാര്യം യൂട്യൂബിലേക്കാ. നമ്മൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പൊ കൊടിസുനി മലയിലേക്ക് പോവാണ്. കൊടികുത്തി മലയിലേക്ക് പോവാണ്. അസം വണ്ടൂർ ഗുസറാച്ചി നിങ്ങൾ ശരിക്കും പറഞ്ഞു ഗുസറയിൽ ഞാനും പിന്നെ നമ്മുടെ ഡ്രൈവർ പിന്നെ നമ്മുടെ സ്വന്തം രഞ്ജിത്തേട്ടനും കൂടെ കൊടികുത്തി മലയിൽ പോവാണ്. ഇന്ന് അവിടെയാണ് വർക്ക്. ഇതാണ് ഞങ്ങൾ പറയാനുള്ള സുഖയിലത്തെ ആള്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ്. എല്ലാവരും കാണണം. കാരണം 3 കാര്യമുള്ളതുകൊണ്ട് 3 പ്രാവശ്യം തുപ്പിയാ പോരെ. 10 മിനിറ്റ് കൊണ്ട് മാക്സിമം 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് കാണാം. എങ്ങനെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഉറങ്ങാനുള്ള ഒരു കാണണം. ഞാൻ ആ മലയുടെ വിഷ്വൽ ഞാനൊന്ന് കാണട്ടെ. അതുപോലത്തെ ഫ്രെയിമുകളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകും. അപ്പൊ വീണ്ടും നമ്മളിങ്ങനെ കൊടികുത്തി മലയിൽ എത്താൻ പോവുകയാണ്. അപ്പൊ നല്ല കുറ്റനുള്ള കയറ്റാണ്. ഹനുമാൻ കയറിട്ടിട്ട് സുഗ്രീവനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ പൊതുവെ ഓഡിയൻസിന്റെ ഒരു കമന്റ് ഉണ്ട്, നിങ്ങളൊന്നും കാണാൻ ഒരു ഭംഗിയില്ല, വൃത്തിയില്ല എന്നുള്ളത്. അതുകൊണ്ട് അസം വണ്ടൂരാണ് മേക്കപ്പിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ എപ്പിസോഡ് കളർ എപ്പിസോഡായിരിക്കും. ഒപ്പം അസനിക്കാന്റെ സ്വന്തം ഓരോ പേരും ചങ്ങായി പോരും അയാളുണ്ട്. പിന്നെ സലാമുക്ക, സലീമുക്ക ഹനുമാനായിട്ട് അഭിനയിക്കാൻ. പിന്നെ ചിലപ്പോ ഇതില് കുറച്ച് ഓവറായിട്ട് വോയിസ് ഓവർ ഉണ്ടാവും. ഒന്നുകൂടെ ഫേസ് കാണിച്ചു കൊടുത്ത. അപ്പോ പ്രാകുമ്പോ കമന്റില് സലീം എന്ന് ചേർത്ത് മാത്രമേ തെളിയിടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. 10 മിനിറ്റ് കൊണ്ട് കൊടി. അപ്പൊ 8 മിനിറ്റ് ഉണ്ട്. കൊടികുത്തിമല എത്തിയാൽ ആദ്യം നിങ്ങൾ എന്തായാലും കണ്ടത് ആ കുത്തിയ സ്ഥലമാണ്. കൊടി കുത്തിയ സ്ഥലം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിലെ അമ്മിണിക്കാട് വഴി കൊടികുത്തിമലയിലേക്ക് എത്താം. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്ത് ഏകദേശം ഈ കൊടികുത്തിമലയുടെ എൻട്രൻസിലേക്ക് നമ്മുടെ വാഹനം വന്നു നിൽക്കുകയാണ്. ഇന്ന് അവധി ദിവസമാണ്. പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ കൊടികുത്തിമലയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. കൊടികുത്തിമലയിലെ എൻട്രൻസിനുള്ള ഒരു ചായക്കടയാണ്. ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം, ലഘുഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ കുന്നിന്റെ മുകളിലോട്ട് നമുക്ക് കയറാം. ഇവിടെ വരുന്നവരാരായാലും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമോ വെള്ളമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വെള്ളം വേണ്ടവരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാം. മൂത്താശ്ശേരി മൂവിയുടെ സെക്കൻഡ് ഷെഡ്യൂൾ 5ാമത്തെ ദിവസമാണ്. കൊടികുത്തി മലയിലുള്ളത്. അപ്പം ഇനി ഞാൻ സംസാരിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല. ഡയറക്ടർ കൂടെ ഉണ്ട്. ഇച്ചിരി മഴ പെയ്റ്റുള്ളത്, അതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ കാണുന്ന മുഖത്ത്. സംസാരിക്കാം. ഈ മഴ ഒരു സന്തോഷത്തിന്റെ മഴയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നോട് പറഞ്ഞ സാധനം. അപ്പൊ നമ്മള് ഒരു കോവിലംകുന്ന് എന്ന് പറഞ്ഞ കുന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുത്താശ്ശേരി ഒരു പെരുന്തച്ഛൻ്റെ താവഴിയിൽ മുത്താശ്ശേരി നടത്തുന്ന ഒരു സമരത്തിൻ്റെ കഥയാണ് മുത്താശ്ശേരി. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇതൊരു പരിസ്ഥിതി സിനിമയാണ്, കൊച്ചു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. താങ്ക് യു. പേരെന്താ? ഹനീഫ്. എത്ര കൊല്ലായി ഇവിടെ? 2 മാസമായില്ലേ ഉള്ളൂ. അപ്പോൾ കൊടികുത്തി മലയില് ഡയറക്ടർ വിശേഷം കഴിഞ്ഞു. ക്യാമറമാർ ആൾക്കാരെ ഷോട്ടൊക്കെ റെഡിയാണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഈ ക്യാമറമാർ പെട്ടെന്ന് മൈക്കും കൊണ്ട് പോയിട്ട് ഈ മൈക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്ന നോക്കളെ. ഈ ക്യാമറ സംസാരിക്കും.
ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ദിവസമായി. നല്ല മഴയാണ്. സെക്കൻഡ് ഷെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കൊടികുത്തിമലയുടെ മുകളിലാണുള്ളത്. രാവിലെ ഒരു 6-7 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. പക്ഷെ ഏത് രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കൊടികുത്തിമലയിൽ നമ്മൾ ആദ്യം വന്ന അവസ്ഥയിലല്ല ഇപ്പം. അന്ന് കൊടും വേനലാണ് ഇവിടെ വന്നത്. അന്ന് അകത്തേക്കോട്ട് മുകളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രകൃതിയുടെ ഭാവമാകെ മാറി ആകെ കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഒരു കൊടികുത്തിമലയിലേക്കാണ് ഇന്നത്തെ യാത്ര. കൊടികുത്തിമലയുടെ വിശേഷങ്ങളെ പറ്റിയും ചരിത്ര പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതായിരിക്കും. മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. എല്ലാവരും അതൊന്ന് കാണണം. പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം ഡോക്ടറായ ഡോക്ടർ വേണുഗോപാൽ സാറിന്റെ മൂത്താശാരി എന്ന കൊച്ചു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും കൊടികുത്തിമലയിൽ എത്തിയത്. ഇടയ്ക്കിടെ വന്നു പോകുന്ന മഴ കൂട്ടിനായുണ്ട്. മഴയൊന്ന് കുറയുന്ന സാഹചര്യം നിലനിൽക്കുന്ന അന്തരീക്ഷമായതുകൊണ്ട് തന്നെ മഴ നനഞ്ഞും മഞ്ഞിന്റെ തണുപ്പേറ്റും വർക്ക് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ ഭാവ മാറ്റങ്ങളാണ് കൊടികുത്തിമലയുടെ പ്രത്യേകത. ചിലപ്പോൾ കടുത്ത വെയിലായിരിക്കും. ആ വെയിൽ മാറി കനത്ത മഴയിലേക്കും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ മഞ്ഞിന്റെ പുതപ്പിലേക്കും പ്രകൃതി നമ്മളെ കൊണ്ടുപോകും. ഈ മേഘക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ ഏതോ ലോകത്തെത്തിയ ഒരു പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ. അതാണ് പറയാനുള്ളത്. എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനേ അല്ലേ? അതെ അതെ. ഷൂട്ട് തൽക്കാലം നിർത്തുകയാണ്. ഇവിടെ കൊടികുത്തിമലയിൽ നല്ല മഴയാണ്. മഴയെന്ന് പറയുമ്പോൾ ഭംഗിയാണ്. പക്ഷേ നമ്മുടെ വർക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. മഴയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ഇന്നിനി നടക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. കൊടികുത്തിമലയിൽ നമ്മൾ പെർമിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറിയത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അത് മാത്രമല്ല ഒരു ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തന്നെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് അവർ വെറും പെർമിഷൻ തന്ന് നമ്മളെ ഒഴിവാക്കിയല്ല, നമ്മളെ കൂടെ നമ്മളെ നോക്കാനായിട്ട് ഒരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ ഫോറസ്റ്റ് സ്റ്റാഫാണ് ഇവിടുത്തെ. നിങ്ങൾ ഇവിടെ വന്ന് ഈ ഷൂട്ടിംഗ് തുടങ്ങി നിങ്ങളിത് ഫിനിഷ് ചെയ്യാൻ പോകുന്ന സമയം വരെ നിങ്ങൾ ആ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം വളരെ ശ്രദ്ധപൂർവ്വം ഒരു എന്തെങ്കിലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഒരു കുപ്പിയുടെ മൂടി പോലും അറിയാതെ നിലത്ത് വീണിട്ടില്ല. ഒരു മുട്ടായി പോലും ഇവിടുന്ന് കഴിച്ചിട്ടില്ല ആരും. അതുകൊണ്ട് തന്നെ ചേട്ടൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് വളരെ കൃത്യമായ ജോലിയാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അത്ര നേരം അറിയുന്നതാണ്.
പിന്നെ ഞങ്ങളോട് പിന്നെ വളരെ സൗമ്യമായ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഒരു പറഞ്ഞ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ചേട്ടാ എത്ര കൊല്ലമായി ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ വർഷമാവുന്നുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ നിങ്ങളോട് പെരുമാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകാന്ന് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതുകൂടി ഉണ്ട് കേട്ടോ. അതുകൂടി നമ്മളുടെ ഡ്യൂട്ടി ആയി കണക്കൂട്ടിക്കൊണ്ടാണ് വെറും ഇതല്ല, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഇടുന്നുണ്ടെന്നല്ല, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. ഒന്നാമത് മഴക്കാലം ആയതുകൊണ്ട് നല്ല വഴുക്കലാണ്. പിന്നെ ചില സ്ഥലങ്ങളിലേക്കൊന്നും പോകരുത്, ആരെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോൾ തന്നെ ചേട്ടൻ ഓടി എന്ന് പറയുന്നത് ആ ഭാഗത്തേക്ക് പോകരുതെന്ന്. അതുകൊണ്ട് തന്നെ വളരെ സ്ഥലങ്ങൾ അറിയാത്ത ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം വേറെന്താ ഇവിടുത്തെ പ്രത്യേകതകൾ? ഇവിടുത്തെ പ്രത്യേകതകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3-4 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുണ്ട്. നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് വെയിൽ പോലെ ആയിരിക്കും, ഷൂട്ടിംഗ് കുറച്ചെത്തുമ്പോഴേക്കും മഴയും മഞ്ഞും പെയ്യുന്ന അവസ്ഥയായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല, ഏത് സമയം മാറി മണിക്കൂറുകൾ വെച്ച് കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ചെറിയ വെയിലായിരുന്നു, പിന്നെ മഴയായി, പിന്നെ കോടമഞ്ഞായി, വീണ്ടും മഴ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം നിർത്തി. പിന്നെ വന്യജീവിന്റെ ഒക്കെ പ്രശ്നമുണ്ടോ? വന്യജീവിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കാണുന്ന കുറുക്കനും അതുപോലെ തന്നെ പന്നിയും പാമ്പുകളൊക്കെയാണ്. പക്ഷേ ഈ വിസിറ്റേഴ്സ് വളരെ കെയർഫുള്ളായി ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞയക്കുന്നത് കൊണ്ട് ഭക്ഷണ വസ്തുക്കളൊന്നും കൂടുതൽ ഇടാത്തത് കൊണ്ടും അവയൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ വിസിറ്റേഴ്സൊക്കെ പോയതിനു ശേഷം പുറത്തിറങ്ങുന്നല്ലാതെ പകലൊന്നും ഇതുവരെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വരാൻ പോകുന്ന ആൾക്കാരോട് എന്താ നിർദ്ദേശം കൊടുക്കാനുള്ള? ഇവിടെ വരുന്ന ആളുകളോട് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെയുള്ള കാട്ടുതീ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാട്ടുതീ വരാതെ ഈ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൈറ്റർ, സിസർ തുടങ്ങിയ സാധനങ്ങൾ, അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഹാൻസോ പാൻപരാഗുകളോ അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഇവിടേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നില്ല. പരമാവധി അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണുള്ളത്. അങ്ങനെ മദ്യപിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടുന്ന് തന്നെ കൗണ്ടറിൽ നിന്ന് തിരിച്ചയക്കുന്ന പ്രവണതയാണ് ഞങ്ങൾക്കുള്ളത്. ആരോഗ്യത്തോടു കൂടി ഉല്ലാസത്തോടു കൂടി ആളുകൾ തിരിച്ചു പോവുക. ഈ പ്രകൃതി എന്ന് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. വിസിറ്റേഴ്സും നിങ്ങളെപ്പോലുള്ള ഷൂട്ടിംഗുകാരുടെയൊക്കെ സഹകരണം. വരാനുള്ള സന്ദർശന സമയം എത്ര മണിയാണ്? രാവിലെ 8 മണി മുതൽ 6 മണി വരെ, 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് 5 മണിക്ക് ക്ലോസ് ആകും. 40 രൂപയാണ്. പക്ഷേ മുകളിൽ കയറിയത് 2 കിലോമീറ്ററോളം നടക്കാനുള്ളത് കൊണ്ട് വാച്ച് ടവറിൽ നിന്ന് കൃത്യം 6 മണിക്ക് ഇറങ്ങുകയും ഒരു 6:00 കൂടി ഇവിടെ എക്സിറ്റ് ആവുകയും വേണം. അതാണ് ഇവിടെ വണ്ടി കയറ്റവും ഉള്ളിലേക്ക് വണ്ടി പ്രവേശനം ഉണ്ടോ? എത്ര ദൂരം നടക്കണം? ഇവിടെ ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 1.25 കിലോമീറ്റർ ആണ് കൃത്യമായിട്ട് പറയുന്നത്. ഇവിടേക്ക് ഉള്ളിലേക്ക് വണ്ടിയുടെ പ്രവേശനമൊന്നുമില്ല. കാരണം നമ്മളെ വിസിറ്റേഴ്സിനെ തന്നെ ഇത്രയും ശ്രദ്ധിച്ചാണ് വിടുന്നത്. ഒരു കുട്ടികൾ പോലും മിഠായി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതിൻ്റെ കവറുകൾ, പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഒന്നും ഇങ്ങോട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി തന്നെ വണ്ടികളുടെ പ്രവേശനമൊന്നും ഇതുവരെ അനുവദിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഏതാണ്ട് 1770 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് 360 ഡിഗ്രി വ്യൂ ഉള്ള ചുരുക്കം ജില്ല, ഇന്ത്യയിലെ ചുരുക്കം തന്നെ പറയാം. അങ്ങനൊരു സ്ഥലമാണ് പോലും. അടിപൊളി. കൊടികുത്തിമലയുടെ ഏറ്റവും മുകളിലുള്ള വാച്ച് ടവറിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോടമഞ്ഞ് വന്ന് മൂടിയത് കൊണ്ട് തന്നെ താഴോട്ടുള്ള കാഴ്ചകൾ ഒന്നും തന്നെ വ്യക്തമല്ല. മൊത്തം മേഘക്കൂട്ടങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. താഴെ വെള്ളപ്പുക പോലെ വന്ന് നമ്മളെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞിന്റെ കടലിന് നടുവിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ നേരിട്ട് ആസ്വദിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ആ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ക്യാമറയിൽ ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഭംഗി എന്തായാലും ക്യാമറയിൽ കിട്ടാൻ വഴിയില്ല. എന്തായാലും മൂത്താശാരി എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്. ഇത്രയും പ്രകൃതിയുടെ സൗന്ദര്യം കാണാൻ പറ്റിയത്. ഇപ്പം മൂത്താശാരിയുടെ മേക്കപ്പ് മാൻ അസൻ വണ്ടൂരാണ്. അസൻ വണ്ടൂരിന്റെ അസോസിയേറ്റ് ആണ് ഈ നിൽക്കുന്നത്. ഒരുപാട് നടന്മാരെയും നടിമാരെയൊക്കെ അണിയിച്ചൊരുക്കിയ വ്യക്തിയാണ്. എന്ന് പേര് പറഞ്ഞത്? ബുഷേർ. സ്ഥലം ഞാൻ കരുവാരുണ്ട്, കേരള. ഇനി അടുത്ത ആളെ പരിചയപ്പെടുത്തരാം. ഞങ്ങളുടെ സിനിമയുടെ എല്ലാമായ സലീം.
സലീം ഭായ് പെരിന്തൽമണ്ണ. അതെല്ലാം എന്നോട് തെറ്റിപ്പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. തെറ്റിപ്പോവാതിരിക്കാൻ പറഞ്ഞാണ്. അപ്പൊ എന്ത് പറയുന്നു? അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര പോലും സന്തോഷിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ വർക്കേഴ്സ്, ക്രൂ വർക്കേഴ്സ്, ഒരു സംശയമില്ല. നിങ്ങളാണ് ഇന്ന് പരിചയപ്പെട്ടല്ലേ, ഇന്നലെ പരിചയപ്പെട്ട. പക്ഷെ മുതലങ്ങളെ, നിങ്ങൾ മുതലാണ് മുതല. ഓക്കെ, ഇനി ഒന്നും പറയല്ല. നിങ്ങൾക്ക് തന്നെ ഈ അത് മാത്രല്ല, ഈ വീഡിയോ എടുക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, അതിലും വലിയ സ്രാവ് കൊമ്പൻ സ്രാവ് അല്ല, ഒരു തിമിംഗലം. അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഈ മലപ്പുറം അല്ലത്, മലപ്പുറം ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുള്ള അറിയുന്നില്ല. താഴേന്ന് കാണുന്ന സമയത്ത് ഈ അത്രയും വലിയ മലയുടെ മുകളിലേക്ക് എന്തിനാ കയറുന്നുള്ള, പക്ഷെ മുകളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു ലോകമാണ്. ഇതുണ്ടോ, ഇത്രയും നല്ല സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ആളുകൾ വരുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് കോശി. ഈ അയ്യപ്പനും കോശിയിലുള്ള അയ്യപ്പന്റെ പേര് മാത്രം വന്നില്ല, കോശി ഇവിടെ ഉണ്ട്. ഐഷ, സുഹൈബ് ഉണ്ടോ, കംപ്ലീറ്റ് ആളുകളുടെ പേരുകൾ കൊത്തിവെച്ചതാണ്. ഇത് അതിനുള്ള സ്ഥലമല്ല ഇത് ശരിക്കും. അപ്പം വരുന്ന ആളുകൾ ഇനിയെങ്കിലും മാന്യമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. എന്തായാലും നല്ല രീതിയിൽ വരുന്ന ആരും ഇത്തരത്തിലൊരു വൃത്തികേട് ഒരു സ്ഥലത്തും ചെയ്തു വെക്കില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. എന്തായാലും ആരും ഇത്തരം കാര്യങ്ങളിലും നിങ്ങൾ ഇത്രയും പ്രകൃതി ഭംഗി ഇവിടെ ആസ്വദിക്കാനുള്ള സമയത്ത് ഈ കൊത്തുപണികളുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് മാത്രമല്ല, മനോഹരമായ നമ്മുടെ പഴയ കാലത്തുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, മണ്ണിന്റെ പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത പ്രകൃതിയുടെ മാറ്റത്തിനായി ഇവിടെ കാത്തിരിക്കുന്നില്ല. കാരണം നമ്മളിവിടെ ഷൂട്ടിങ്ങിന്റെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൊടുകുത്തിമല ഇറങ്ങിയാണ് ഇപ്പോൾ. പാതയോരത്തിന്റെ മുൻപുള്ള ഒരു വീഡിയോസിൽ കൊടുകുത്തിമലയുടെ വേനൽക്കാല കാഴ്ചകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എന്തായാലും ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കാണണം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാകും. അതുകൊണ്ട് ഇനി മറ്റൊരു കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. ഇപ്പോൾ തൽക്കാലം കൊടുകുത്തിമല ഇറങ്ങുകയാണ്.